ഒമാന്റെ നഗരവീഥികളിലൂടെ കുതിച്ചുപായുന്ന മുവാസലാത്ത് ബസ്സിനെ നമ്മളൊക്കെ നിരന്തരം കാണുന്നതായിരിക്കും. ഒമാനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു പൊതുഗതാഗത സംവിധാനം മാത്രമല്ല, ഒമാന്റെ നഗരങ്ങൾക്ക് അലങ്കാരമാണത്. മിന്നിമറയുന്ന നഗരക്കാഴ്ചകൾ ആസ്വദിക്കാൻ കൂടുതൽ വിദേശികളും തെരഞ്ഞെടുക്കുന്നത് ഇതേ സംവിധാനമാണ്. ഒമാന്റെ പൊതുഗതാഗത സംവിധാനത്തിന് പ്രിയമേറുന്നുവെന്നാണ് പറഞ്ഞു വരുന്നത്. പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ബസ് ഫെറി സർവീസുകളിലായി 47 ലക്ഷത്തിലധികം ആളുകളാണ് ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്തിൽ യാത്ര ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. 45 ലക്ഷത്തിലധികം പേരും മുവാസലാത്ത് ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബസ് യാത്രക്കാരിൽ 26.89% സ്വദേശികളും 73.11% വിദേശികളുമായിരുന്നു. ബസ്സിൽ 16.22%വും ഫെറിയിൽ 23%വുമാണ് സ്ത്രീ യാത്രക്കാർ. ഫെറി സർവീസുകൾ ഉപയോഗപ്പെടുത്തിയത് 2,44,862 യാത്രക്കാരാണ്. കഴിഞ്ഞ വർഷം പ്രതിദിന ഫെറി യാത്രക്കാർ ശരാശരി 671 കൂടുതലാണ്. ഫെറി സർവീസുകൾ 75%വും സ്വദേശികളാണ് ഉപയോഗപ്പെടുത്തിയത്. ഫെറി യാത്രക്കാരിൽ 23% സ്ത്രീകളാണ്. 60,000-ൽ പരം വാഹനങ്ങൾ ഫെറി സർവീസുകളിൽ കടത്തുകയും ചെയ്തു. തൊഴിൽ തേടുന്നവർക്കായി 12,904 മണിക്കൂർ പരിശീലന വർക്ക്ഷോപ്പുകളാണ് കഴിഞ്ഞ വർഷം മുവാസലാത്തിന്റെ തൊഴിലിടങ്ങളിൽ നടത്തിയത്. ദേശീയ ഗതാഗത കമ്പനിയിൽ സ്വദേശിവൽക്കരണം 94.85%. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1%-ലേറെയാണ് വർധനവുണ്ടായത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.